ഒടുവിൽ കേന്ദ്ര സർക്കാർ അക്ഷരാർത്ഥത്തിൽ പിടിമുറുക്കിയിരിക്കുകയാണ്. മാസപ്പടി വിഷയത്തിൽ CMRL ഓഫീസിൽ റെയ്ഡ്. കോർപ്പറേറ്റ് ഓഫീസിൽ SFIO സംഘം എത്തിയത് ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ചർച്ചയായതോടെ CPM-ന് വീണ്ടും ചോദ്യങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും കുരുക്കുമുറുകുകയാണ്. മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനുമെതിരെ നീളുന്ന മാസപ്പടി വിവാദത്തിൽ അന്വേഷണം കടുപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കൊച്ചിയിലെ CMRL കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം പരിശോധന ആരംഭിച്ചത്. ആലുവ കോർപ്പറേറ്റ് ഓഫീസിലാണ് ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ പരിശോധന. നിർണായക വിവരങ്ങൾ ലഭിച്ചുവെന്നാണ് സൂചന. ഡയറിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. നൽകാത്ത സേവനത്തിന് കോടികളാണ് മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിഫലം വാങ്ങിയത്. എന്തൊക്കെ സേവനങ്ങൾ നൽകിയെന്ന് തെളിയിക്കാൻ ഇതുവരെയും വീണയ്ക്കും സംഘത്തിനും ആയിട്ടില്ല എന്നുള്ള ആക്ഷേപവുമുണ്ട്. മറിച്ച് അന്വേഷണത്തെ രാഷ്ട്രീയമായി നേരിടാനാണ് CPM-ന്റെ തീരുമാനം. ആദായനികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് വന്നപ്പോൾ 2 കമ്പനികൾ തമ്മിലെ സുതാര്യ ഇടപാടെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കുള്ള CPM പിന്തുണ. കരാറിൽ ROC ഗുരുതര ക്രമക്കേട് കണ്ടെത്തി അന്വേഷണം SFIO ഏറ്റെടുത്തപ്പോഴും മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും സംരക്ഷിക്കാനാണ് പാർട്ടി തീരുമാനിച്ചത്. ഇതിൽ പലതവണ പാർട്ടിക്ക് ഔദ്യോഗിക വാർത്താക്കുറിപ്പ് പോലും പുറത്തിറക്കേണ്ടി വന്നു. നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിനും സർക്കാർ തടയിട്ടിരുന്നു. പക്ഷേ ഇപ്പോഴിതാ മാസപ്പടി വിഷയത്തിൽ അന്വേഷണം കടുക്കുക തന്നെയാണ്. കേന്ദ്ര സർക്കാർ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ആലുവയിലെ CMRL-ന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ പരിശോധന തുടങ്ങിയതോടെ വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. ഏതായാലും ആലുവയിൽ ഓഫീസിൽ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തി. ജീവനക്കാർക്ക് ഫോൺ ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി. ക്രമക്കേട് കണ്ടെത്തി കഴിഞ്ഞാൽ അന്വേഷണം ED-ക്കും CBI-ക്കും കൈമാറാൻ SFIO-ക്ക് കഴിയും. അന്വേഷണത്തെ നിയമപരമായി രാഷ്ട്രീയമായും നേരിടുമെന്ന് പറഞ്ഞ CPM ഇതോടെ വെട്ടിലുമാകും. ആദായനികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് വന്നപ്പോൾ 2 കമ്പനികൾ തമ്മിലെ സുതാര്യ ഇടപാടെന്ന് പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കുള്ള സഖാക്കന്മാരുടെ പിന്തുണ. മാസപ്പടി വിവാദത്തിൽപ്പെട്ട കൊച്ചിയിലെ CMRL കമ്പനിയുടെ ഉടമകൾ ഡയറക്ടർമാരായ നോൺ ബാങ്കിംഗ് ഫിനാൻസ് സ്ഥാപനമാണ് വീണയുടെ കമ്പനിക്ക് 4 വർഷം ഈടില്ലാത്ത ലോണായി ആകെ 77 ലക്ഷത്തിലധികം രൂപ നൽകിയതെന്നും പരാതി ഉയർന്നിരുന്നു. ഏതായാലും രാജ്യം ഉറ്റുനോക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലാണ് CMRL-ന്റെ ഓഫീസിൽ പരിശോധന നടത്തുന്നത്. ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദ് എന്ന പേര് ഇതിനോടകം തന്നെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചർച്ചയാക്കിയിരുന്നു. ആദായനികുതിയും റവന്യൂ ഏജൻസികളും അന്വേഷിച്ചിരുന്ന വീണ വിജയന്റെ എക്സോലോജി കമ്പനിക്കെതിരായ പരാതിയാണ് വൻകിട സാമ്പത്തിക വഞ്ചനാ കേസുകൾ അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഏറ്റെടുത്തത്. വീണ വിജയൻ മാസപ്പടി വാങ്ങിയതടക്കമുള്ള പരാതികളാണ് SFIO അന്വേഷിക്കുക. പ്രതികൾ കുറ്റക്കാരെന്ന് തെളിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ പോലും അധികാരമുള്ള ഏജൻസിയാണിത്. എക്സാലോജിക്കും കരിമണൽ കമ്പനി CMRL-ഉം തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ് SFIO പ്രധാനമായും അന്വേഷിക്കുന്നത്. കോർപ്പറേറ്റ് മന്ത്രാലയത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ അടങ്ങിയ 6-അംഗ സംഘത്തിനാണ് അന്വേഷണ ചുമതല. അരുൺ പ്രസാദിനെ കൂടാതെ അഡീഷണൽ ഡയറക്ടർ പ്രസാദ് അദല്ലി, K പ്രഭു, A ഗോകുൽനാഥ്, KMS നാരായണൻ, വരുൺ BS എന്നിവരാണ് സംഘത്തിലുള്ളത്. കാർത്തി ചിദംബരത്തിനെതിരായ എയർസെൽ മാക്സിസ് കേസ്, പോപ്പുലർ ഫിനാൻസ് ചിട്ടി തട്ടിപ്പ് കേസ്, വാസനൈകർ കേസ് അടക്കമുള്ള കോളിളക്കം സൃഷ്ടിച്ച നിരവധി കേസുകൾ അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് സംഘത്തിലുള്ള അരുൺ പ്രസാദ്. എക്സാലോജിക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും പണം വാങ്ങിയത് ചട്ടലംഘനമാണെന്ന് ROC കണ്ടെത്തിയിരുന്നു. സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള ISTIC, KSIDC എന്നിവയും അന്വേഷണ പരിധിയിലുണ്ട്. 8 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനാണ് SFIO-ക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം.